അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പേപ്പർ കട്ടിങ് ചെയ്തുകൊണ്ട് ആ പേപ്പർ കട്ടിങ് ചെയ്ത ശേഷമുള്ള വീഡിയോ കേട്ടോ ഞാൻ എടുത്തത്. ഇനി വേണമെന്നുള്ളവർക്ക് ആ ഒരു പേപ്പർ കട്ടിങ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് തരണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത ആ ഒരു പേപ്പർ കട്ടിങ് ഈ ഒരു മെറ്റീരിയൽ ക്രോസ് ആയിട്ട്, അതായത് ഡയറക്റ്റ് മടക്കി വെച്ചിട്ട് ക്രോസ് ആയിട്ട് ആ പേപ്പർ കട്ടിങ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിൽ വരച്ചെടുക്കുന്നത്. എനിക്ക് പിന്നെ ഈ പേപ്പർ കട്ടിങ്ങിൻ്റെ അത്രയല്ല, കുറച്ചും കൂടെ ലെങ്ത്ത് വേണമായിരുന്നു ഡ്രസ്സിന്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ആ ഒരു ക്രോസ് വെച്ചതൊന്ന് ചെറുതായിട്ട് ചെരിച്ച് വെച്ചിട്ടൊക്കെ കേട്ടോ ഞാൻ, ഈ തുണി അത്ര വീതി ഉണ്ടായിരുന്നില്ല, ഈ ഒരു സാറ്റിൻ്റെ മെറ്റീരിയൽ വല്ലാതെ വീതി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനതങ്ങനെ ക്രോസിന് വെട്ടുന്നത്, കുറച്ച് ലെങ്ത്ത് വേണമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ കട്ടിങ് ഇങ്ങനെ വെച്ചിട്ട് ടോട്ടൽ ഞാൻ അതൊന്ന് ലൈൻ ചെയ്തെടുത്തു. ചോക്കൊണ്ട് അത് മൊത്തം ലൈൻ ചെയ്തെടുത്തിട്ട് അതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്യണത്. അപ്പോൾ ഈ ലൈൻ ചെയ്തെടുക്കുമ്പോഴൊക്കെ നമ്മളിത് ഇളകി പോകാതൊക്കെ വേണ്ടിയിട്ട് പിൻ ചെയ്ത് വെക്കണം, അപ്പോൾ അത് സേഫായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ഭാഗം മാത്രമാണ്. ഇതിൽ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഈ ഒരു മെഷർമെൻ്റ് ഉള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മെഷർമെൻ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇതിനി ഈ പേപ്പർ കട്ടിങ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ആ പേപ്പർ കട്ടിങ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫ്രണ്ട് കഴിഞ്ഞ് പിന്നെ ബാക്ക് ഭാഗം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അതിൻ്റെ പേപ്പർ കട്ടിങ് ഉണ്ടാക്കിയത്. അത് ഞാൻ വൺ സൈഡ് മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ഞാൻ വൺ സൈഡ് വരച്ചിട്ട് മറ്റേ സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ രണ്ട് സൈഡ് ഈക്വലാക്കുകയാണ് ചെയ്തത് കേട്ടോ. അത് പിന്നെ ഫ്രണ്ട് ഭാഗത്തിന് നമ്മൾ മെറ്റീരിയൽ ക്രോസിന് വെച്ച് വരയ്ക്കുന്ന പോലെ തന്നെയാണ് ബാക്ക് ഭാഗത്തിന് വരയ്ക്കുക. പക്ഷേ ഒരു കാര്യം എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഭാഗത്തിന് കുറച്ച് നമ്മൾ ഈ ഒരു ചെസ്റ്റ് ഭാഗത്തിൻ്റെ അത്ര എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ടായിരിക്കും, ബാക്ക് ഭാഗത്തിന് അത്ര വേണ്ടി വരില്ല, ആ ഒരു അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങൾക്ക് ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്യാൻവാസ് വാങ്ങിക്കണം കേട്ടോ. അത് കുറച്ച് കട്ടി കുറഞ്ഞൊരു ക്യാൻവാസാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് ഭാഗത്തിൻ്റെ ആ ഒരു കൃത്യം ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൻ്റെ അളവ് എടുത്തിട്ട് ആ ഒരു അളവിന് നമ്മൾ ഒരു കുറച്ച് വീതിക്ക് ഇങ്ങനെ ഒരു ക്യാൻവാസിൻ്റെ ഷേപ്പ് വെട്ടിയെടുക്കുക. ആ ബാക്ക് ഭാഗത്തിന് അതേ ഷേപ്പിനൊരു വെട്ടിയെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു ക്യാൻവാസ് ക്രോസിന് ജസ്റ്റ് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസിന് ഇങ്ങനെ കട്ടിങ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കൂടെ ഒരു അടി കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അത് വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ കൂടെ അടി കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളിൻ്റെ പകുതിയായിട്ടും ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ബാക്ക് വശം ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൻ്റെ വശം അവിടെ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു മെറ്റീരിയൽ ഫ്രണ്ട് പാർട്ടിന് രണ്ട് മെറ്റീരിയലിൻ്റെ നല്ല പാർട്ട് തന്നെ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കുക. എന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് ഒരു ഇഞ്ചിൽ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് അത് അടിച്ചു കൊടുക്കുക. ആ ഒരു അടി അടിച്ചതിന് ശേഷം നമ്മളത് നല്ലോണം അയൺ ചെയ്ത് കൊടുക്കുക, എന്നാലും അവിടെ വൃത്തി ഉണ്ടാവുള്ളൂ. ഇത് നല്ല ഭാഗം വെച്ചിട്ട് തന്നെ കേട്ടോ അടിക്കുക. ഇത് നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു തയ്യൽ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ അടിച്ച ഭാഗം തിരിച്ച് വെച്ചിട്ട് നമ്മൾ ചീത്ത വശത്ത് കൂടെ ആ ഒരു തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ച് വിട്ടില്ലേ, അതേ 1 ഇഞ്ച് വിട്ടിട്ട് തന്നെ ഈ ചീത്ത വശത്ത് കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത സംഭവം കാണില്ല, അത് നല്ല വൃത്തി ഉണ്ടായിരിക്കും കാണാൻ. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഓരോ പോയിന്റ് കഴിയുമ്പോഴും വൃത്തിയായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം, അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ളൊരു വീഡിയോ എൻ്റെ കയ്യിലുള്ളൂ. ഇത് തന്നെ ഫുൾ വീഡിയോ അല്ലാന്ന് എനിക്കറിയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ചിങ് തീരാത്തതുകൊണ്ട് കുറേ വീഡിയോ എടുക്കാൻ മറന്നുപോയി, കുറേ വീഡിയോ എടുത്തു, അങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതിൻ്റെ ശരിക്കുള്ളൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പുതിയൊരു ഡ്രസ്സ് ഇതേപോലെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രസ്സ് ചെയ്തതിൻ്റെ വീഡിയോ. പിന്നെ ഇത് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഈ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ആ എടുത്തൊരു എഫേർട്ടിനുള്ളത് ഉണ്ടെന്ന് തോന്നി, ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നി എന്ന് പറയാമല്ലോ.